ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ് ഫ്ലവേഴ്സ് സ്റ്റാറിൽ ഉണ്ടായിരുന്ന ഒരു കോമഡി പരിപാടി അത് നിർത്തിയതായിട്ട് നമ്മൾ അറിയാൻ ഇടയായി. 7 വർഷമാണ് ആ പരിപാടി അവർ അവതരിപ്പിച്ചത്. ഇപ്പോൾ അത് അവർ എല്ലാവരും സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കുറേ വാർത്തകൾ വരുന്നുണ്ട്. ശരിക്കും ആദ്യ കാലങ്ങളിലൊക്കെ ഈ പരിപാടി നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് പോയി. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ശരിക്കും ജനങ്ങൾക്ക് ബോറാണ് ഈ പരിപാടി കൊടുത്തത്. ഒരുപാട് ആൾക്കാരെ അതിനകത്ത് ബോഡി ഷെയ്മിങ് നടത്തി ഭയങ്കരമായിട്ട് പ്രഹസനം നടത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ കൊണ്ട് അദ്ദേഹം എന്ത് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്താ എല്ലാ കാര്യങ്ങളും വളരെ യാഥാർത്ഥ്യ ബോധത്തോടെയും അതുപോലെ തന്നെ നല്ല ബുദ്ധിയോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹത്തെയൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ ഇവിടെ സ്റ്റേജിൽ വിളിച്ചു അവമാനിക്കുക, പ്രഹസനം കാണിക്കുക, അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ചെയ്തിട്ടുണ്ട്. ശരിക്കും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എങ്ങനെയാണ് കോമഡി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തെ നടന്മാരായ ജഗദീഷ് ശ്രീകുമാറെ, അതുപോലെ ജഗദീഷ് ശ്രീകുമാറിന്റെ ഒക്കെ കോമഡി കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇപ്പോഴും പിള്ളേരൊക്കെ നമ്മൾ അതൊക്കെ പിള്ളേരെ എടുത്ത് കാണിക്കേണ്ടത്. പൊട്ടി 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 പിള്ളേർക്ക് ചിരിക്കും, മണിക്കൂറുകളോളം പിള്ളേർ ചിരിയായിരിക്കും. അതുപോലെ കൊച്ചിൻ കനീഫ, ഹരിശ്രീ അശോകൻ, നമ്മുടെ പപ്പു, ഇങ്ങനെ ഒരുപാട് പഴയ കാലങ്ങളിൽ നമ്മുടെ എന്ത് രസമാണ് സത്യനെ, പിന്നെ ഇവരുടെയൊക്കെ കോമഡികൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഒരിക്കലും അവിടെ എണ്ണീറ്റ് പോലും പോകാത്ത വിധത്തിൽ യാതൊരു ബോറടി ഇല്ലാതെ, അതായത് കോമഡി ശരിക്കും കാണിക്കേണ്ടത് എങ്ങനെയാണ്, ബുദ്ധി ഉപയോഗിച്ചും നമ്മുടെ ശരീരഭാഷ ഉപയോഗിച്ചുമാണ് കോമഡി അവതരിപ്പിച്ചാൽ മാത്രമേ കോമഡി സക്സസ് ആകത്തുള്ളൂ. അല്ലാതെ കുറേ വലിച്ചു വാരി ഏതാണ്ടൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ബുദ്ധിയും വേണം, ശരീരഭാഷയും വേണം. ശരിക്കും ബോഡി ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് ജഗദീഷ് ശ്രീകുമാർ ചെയ്യുന്ന കോമഡി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് വളരെ നേരം ആസ്വദിക്കാൻ തോന്നും. എത്ര കണ്ടു കഴിഞ്ഞാലും നമുക്ക് പിന്നെയും പിന്നെയും പിന്നെ അത് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നത് എന്താണ്, അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവരത് ചെയ്തു വെച്ചേക്കുന്നത്. കൊച്ചിൻ കനീഫയുടെയൊക്കെ എന്ത് രസമാണ് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കാൻ. ദിലീപ് കാണിക്കുന്ന കോമഡിയൊക്കെ ജനങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതാണ് കോമഡി. അതായത് നമ്മൾ ചുമ്മാ ഏതാണ്ടൊക്കെ കാണിച്ചു കൂട്ടി ജനങ്ങളിലേക്ക് അത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആരും അത് അംഗീകരിക്കത്തില്ല. കൊച്ചു കുട്ടികൾ പോലും അത് ഇഷ്ടപ്പെടത്തില്ല. ജനങ്ങളെ എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരൊക്കെ കാണിച്ച ഓരോ പരിപാടികളെ അത് കണ്ട് മനസ്സിലാക്കി വേണം ചെയ്യുവാൻ. അവരൊക്കെ കാണിച്ചത് നമ്മുടെ ജഗദീഷ് ശ്രീകുമാരൊക്കെ ചെയ്തിട്ട് പോയതൊന്നും ഇനി ആർക്കും പകരം പോലും ആളില്ലെന്ന് നമുക്ക് തോന്നും. അത്ര പെർഫെക്റ്റ് ആണ് അദ്ദേഹം ഓരോ സീൻസും കൈകാര്യം ചെയ്ത് ഓരോ കോമഡി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തേക്കുന്നത്. അപ്പൊ അതേപോലത്തെ കോമഡികൾ ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് ആകത്തുള്ളൂ ഇനിയും വന്നു കഴിഞ്ഞാൽ. കാരണം ജനങ്ങൾ ഒന്നാമതേ പഴയ കാലത്തെ കോമഡികൾ ഇപ്പോൾ എപ്പം വേണമെങ്കിലും ഇപ്പം ടി വിക്കകത്തൊക്കെ ഇങ്ങനെ കോമഡി സീൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് കുട്ടികളെല്ലാം എടുത്ത് ഒരുപാട് കണ്ട് 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 പൊട്ടി 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 ചിരിക്കാറുണ്ട്. അപ്പം ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ഇനിയെങ്കിലും പുതിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ആരെയും ബോഡി ഷേമിങ് ചെയ്യാതെ, ആർക്കും ഉപദ്രവം വരുത്താതെ നല്ല രീതിയിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശരീരഭാഷയൊക്കെ ഉപയോഗിച്ച് വേണ്ട രീതിയിൽ നല്ല ആൾക്കാരെ കൊണ്ടുവന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഇനിയും നല്ല രീതിയിൽ പ്രോഗ്രാംസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കും. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് നല്ല രീതിയിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ അതൊക്കെ ഭാവിയിൽ വിജയം ഉണ്ടാകത്തുള്ളൂ. ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയായിരിക്കണം കോമഡി. ഒരേ സമയം മനുഷ്യന്റെ ബ്രെയിനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യാൻ കഴിവ് വേണം. അതുപോലെ ഹൃദയവും നമ്മുടെ മനസ്സും തമ്മിൽ, അതായത് ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ബാലൻസ് തന്നെ വേണം. കോമഡി കണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട നല്ലൊരു എന്താ പറയുക എന്റർടൈൻമെന്റ് നമ്മളെ ചെയ്യിപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഓക്കെ, താങ്ക് യു.